ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമ. ആരണ്യകാന്ഡം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമുക്ക് ആരണ്യകാന്ഡം 11-ാം ദിവസമാണ്. ബാലികേ ശുകകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ. നീലനീര നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരത നീരജദലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശ അനുരൂപൻ കാരുണ്യനിലയനൻ പാലന പരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ല ഒരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാ അമൃതമല്ലോ പാരാതെ പറകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലസീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയ അചല മകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവ് ആനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ ഏകൻ അവ്യയൻ അഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാൻ ഒരു ദിനം. മഹാരണ്യ പ്രവേശം. പ്രത്യുഷശുദ്ധായതൻ നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥം ആരംഭിച്ചാൻ. പ്രത്യുഷശുദ്ധായതൻ നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ. പുണ്ടരീകോത്ഭവേ ഇഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടണം. അതിനിപ്പോൾ ഇങ്ങ് നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു.
നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി, മാമുനിതാൻ ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ് എഴുന്നള്ളിയിടണം, അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പുക്ക് ഇരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു, രാമൻ ഇന്ന് ഈ നദി കടപ്പതിന് എന്തുപായമുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ണം മന്നവ, നല്ല തോണി ഉണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാം എന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട് നിങ്ങൾ കടന്നു പോകുന്നു ചൊന്നാൻ. ശിഷ്യന്മാര് വള്ളത്തിൽ കടത്തി അക്കരയാക്കിയിട്ട് നിങ്ങൾ പൊക്കോളൂ, അത്രയും ആശ്രമത്തിലേക്ക് ഞങ്ങൾ കയറി പൊക്കോളാം, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാൻ. വള്ളത്തിൽ കയറ്റി അക്കരെ കൊണ്ടാക്കി എന്ന് ഗുരുവിനോട് പറഞ്ഞു. അത്രി മഹാമനടുത്ത് ഈ ശിഷ്യന്മാരായ കുട്ടികൾ ചെന്ന് പറഞ്ഞു. ശ്രീരാമ സീത സുമിത്രാത്മജന്മാരും അധ ഘോരമായുള്ള മഹാകാനനം അകമ്പുക്കാർ. ജില്ലി ജങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാത് മൃഗഗണകീർണ ആതപഹീനം ഘോര രാക്ഷസകുല സേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാംപരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരം ഊരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവാൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാൽ ഒരു ഭീതി ഉണ്ടായി വരാ. ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം ഉടനൊരു യോജന വഴി അപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. ഒരു പൊയ്ക. കൽഹാരോൽപല കുമുദാംബുജ രക്തോൽപല പുല്ല പുഷ്പേ ഇന്ദീവര ശോഭിത അച്ഛജലം, നല്ല ജലം. കൽഹാർ അതായത് സൗഗന്ധികം, ചെങ്ങഴിനീര്, ആമ്പൽ, താമര, ചന്താമര, കരിങ്കുവള എന്നിവയുടെ ഒരു പൊയ്ക. തോയ പാനപം ചെയ്ത് തോയം വെള്ളം കുടിച്ച് വിശ്രാന്തന്മാരായി വൃക്ഷഛായം ഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധവധം. അന്നേരം ആശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം. ഉർധൃത വൃക്ഷം കരാളോജ്വല ദംഷ്ടാന്യത വക്ത്ര ഗഹ്വരം ഘോരാകാരം ആരുണ്യനേത്രം വാമാംസസ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണമൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി വന്നിടിനാൻ. അതു നേരം ഉത്ഥാനം ചെയ്തു ശാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോട് അരുൾ ചെയ്തു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട്, നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക. ചിത്തം ഉറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടിയാകേതുമെടോ
വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവാനല്ലോ എന്നരുൾ ചെയ്തു. നിന്നാനേതും ഒന്നിളകാതെ വന്നുടൻ അടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠുരതരം അവൻ എട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസവും ചെയ്ത് ഇടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാ ഇരുവരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്ന അസ്തഭയം ചാപ തൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാഘോരമാ കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചു കിടന്നത് എന്തൊരു മൂലം ചൊൽവിൻ. നിങ്ങൾക്ക് ഉൾക്കരുത്തെ കൊണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ബാലന്മാരാണ്. നിങ്ങൾ എന്തിനാ ഈ മനോഹരിയായ സ്ത്രീയെ കൊണ്ട് മുനിവേഷം ധരിച്ചിങ്ങനെ ഇവിടെ വന്നത്? കിഞ്ചന ഭയം, നിങ്ങൾക്ക് അല്പം പോലും ഭയം ഇല്ലല്ലോ ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ എന്ന് ഈ ദുഷ്ടനായ രാക്ഷസൻ ചോദിക്കുന്നു. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്ത നിഷ്വാഗ് കുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കു പേര്, എന്നുടെ പത്നി ഇവൾ പാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം, ഇവനും മത്സോദരൻ, എൻ്റെ സോദരനാണ്. ഇവൻ്റെ പേര് ലക്ഷ്മണനാണ്. സീതാദേവി എൻ്റെ പത്നിയാണ്. എൻ്റെ പേര് രാമൻ എന്നാണ്. പുക്കിതു വനാന്തരം ജനക നിയോഗത്താൽ, ഞാൻ പിതാവിൻ്റെ, അത് ജനകൻ പിതാവ് ദശരഥൻ്റെ, അതായത് പിതാവിൻ്റെ നിയോഗപ്രകാരമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. പുക്കിതു വനാന്തരം ജനക നിയോഗത്താൽ രക്ഷോ ജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു. ജഗത്രയം രക്ഷിപ്പാൻ അറിയുക നീ. ഇങ്ങനെയുള്ള രാക്ഷസന്മാരെ നിഗ്രഹിച്ച് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ അങ്ങനെ രക്ഷിപ്പാനിരിക്കുകയാണ് മറ്റുള്ളവരെ, ജഗത്രയത്തെ. ശ്രുത്വാ രാഘവവാക്യം അട്ടഹാസവം ചെയ്തു. വക്രവും പിളർന്നൊരു സാലവും പറിച്ചു. ഒരു കമ്പ് മരത്തടി പിടിച്ചിഞ്ഞെടുത്ത് മരക്കൊമ്പിന്ന് സാലം, അതായത് വൃക്ഷം. വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി കുർദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ. ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആര് അറിയാതെയുള്ളത്? എത്രയും മൂഢൻ ഭവാൻ എന്നിഹ ധരിച്ചേൻ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. ഇവിടെയുള്ളവരെല്ലാം എന്നെ പെടി താപസന്മാരെല്ലാം എന്നെ ഭയന്നിട്ട് എല്ലാവരും ഇവിടുന്ന് പോയി. നിങ്ങൾക്ക് ജീവിക്കലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിൻ. അല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിടം വിശപ്പടക്കിടുവൻ മഹാഭവാന്മാരാൽ. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഈ ആയുധങ്ങളൊക്കെ വെച്ച് ഈ സ്ത്രീയും നാരിയും ഇവിടെ വെച്ച് നിങ്ങൾ പോകൂ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരം അടുത്ത് അത് കണ്ടു. രാഘവൻ അപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്രവും പിളർന്ന അതിസത്വരം നക്തഞ്ചരൻ അടുത്താൻ. അത് നേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ശ്രീരാമൻ ഇത് അവൻ്റെ ഹസ്തങ്ങൾ ആദ്യമേ കയ്യർത്ത്, പിന്നെ വക്രമൊക്കെ പിളർന്ന് അവസാനം അസ്ത്രങ്ങൾ കൊണ്ട് അവൻ്റെ പാദങ്ങളൊക്കെ പോക്കി. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. അങ്ങനെ അവനെ ശിരസും കണ്ടിച്ചു കളഞ്ഞു. രക്തവും പരന്നിതു ഭൂമിയിൽ. ഇത് കണ്ടു ചിത്ത കൗതുകത്തോട് പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിന അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. ആകാശത്ത് നിന്ന് അപ്സരസികളെ നൃത്തം ചെയ്തു ദുന്ദുഭികളൊക്കെ ആക്കി. അപ്പോഴത്തേക്ക് എന്തു വന്നു? ഈ രാക്ഷസന്റെ ഉള്ളിൽ നിന്ന് ആകാശമാർഗെ ഒരു ധന്യരൂപനെ കണ്ടു. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭ കാന്തിയ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരണം കൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണ ഇന്ദീവരദളശ്യാമ ഇന്ദ്രാരി വൃന്ദാരക വൃന്ദവന്ദിത പദം സുന്ദരം സുകുമാരം സുഹൃതി ജന മനോമന്ദിരം രാമചന്ദ്രം ജഗതാം അഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു. ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ. ദുർവാസാവായ മുനിതനുള്ള ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രീഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനെന്നു നാഥ.
സന്തതം ഇനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്തിയാ. വിദ്യാധരനായിരുന്നു. ദുർവാസാന്റെ ശാപം മൂലം ഇങ്ങനെ വന്നതായിരുന്നു. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം, ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാംഗീന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. വിദ്യാധരൻ ഇങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിക്കുക. അയാൾ ഇങ്ങനെ ശ്രോത്രം കൊണ്ട് കഥാശ്രവണം കേൾക്കണം, ഭഗവാന്റെ നേത്രങ്ങൾ കാണണം, എന്നിട്ട് ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരണം, ഭഗവാന്റെ ഭക്തന്മാരുടെ ദാസനായി വരണം. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മരാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ, പുനരൊന്നപേക്ഷിച്ചിടുന്നീൻ നിൻ മായാദേവി എന്നെ മോഹിപ്പിച്ചിടാം ഭുജവിലോചന സന്തതം നമസ്കാരം. അത് ഈ ലോകസിദ്ധിലേക്ക് എന്നെ ശ്രദ്ധിപ്പിക്കല്ലേ, ഈ ലോകത്തിൽ എനിക്കതൊന്നും ആവശ്യമില്ല, അതിൽ നിന്നല്ല എന്നെ മോചിപ്പിച്ച് പരമാത്മാവ് ലയിക്കണം, അല്ലാതെ എനിക്ക് എന്നെ ആഗ്രഹങ്ങളിലേക്ക് കടത്തിവിടല്ലേ. അതാണ് ഈ മഹാമായ എന്ന് പറയുന്നത്. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയേ കണ്ടു കിട്ടുകയില്ല എന്നെ. മുക്തൻ എന്നിയേ, അതായത് മുക്തനല്ലെങ്കിൽ ഭഗവാനെ കണ്ടു കിട്ടുകയില്ല. മുക്തൻ എന്നിയേ കണ്ടു കിട്ടുകയില്ല എന്നെ. ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. രാമനോട് അനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതം അകന്ന് മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിരപ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാൽ ഈശ്വരനെ മാംസേഷണങ്ങൾ കൊണ്ട് കണ്ണുകൾ, അതായത് നമ്മുടെ മാംസത്തിലിരിക്കുന്ന കണ്ണാണ് പുറം കണ്ണ്, അതായത് ഈശ്വരനെ പുറം കണ്ണുകൊണ്ട് വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. അപ്പോൾ നേരിട്ട് കണ്ടല്ലോ ശരഭംഗ മഹർഷി, അതുകൊണ്ട് ഭഗവാനെ ഈ പുറം കണ്ണുകൊണ്ട് കണ്ടല്ലോ. അതാണ് സാക്ഷാൽ ഈശ്വരനെ മാംസേഷണങ്ങളെ കൊണ്ട് വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. നേരിട്ട് കാണുമ്പോൾ നമ്മുടെ പുറം കണ്ണുകൊണ്ട്, ഈ മാംസചക്ഷുക്കൾ കൊണ്ട് കാണുന്നത്. കന്ദപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനു അരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ട് പാർത്തിരിക്കുന്നിതത്ര, ജാനകിയോടും നിന്നെ കാൺമതിനാശയാലേ ആർജവബുദ്ധ്യാ ചിരതപസ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യം. ഇന്നു ഞാൻ അവയെല്ലാം ഇന്നെനിക്ക് കണ്ടല്ലോ. മർത്യനായി പിറന്നു നിനക്കു തന്നിടിനേൻ അദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കിയെന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്ന് തന്നെ. ഭഗവാനെ കാണാതെ ദേഹം വെടിയണ്ട, കണ്ടിട്ടേ പോകുന്നതെന്ന് കരുതി ഇരുന്നു. നിന്നെയും കണ്ടു മമ പുണ്യം, എൻ്റെ പുണ്യം നിങ്കലാക്കിയിട്ട് വേണം എനിക്ക് ദേഹത്യാഗം ചെയ്യാൻ. അതുകൊണ്ടാണ് ഭഗവാനെ കാത്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം. അങ്ങനെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാൻ ഇരുന്നിതു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നീൻ. യോഗീന്ദ്രനായ ശരഭംഗനാൻ തപോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നീനന്തസന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദൂർവാദള ശ്യാമള അംഭോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രി സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യ മനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥൻ കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. അങ്ങനെ അവരെ ശ്രീരാമനെയും സീതയെല്ലാം കണ്ടും കൊണ്ട് കണ്ട് സന്തോഷമായിട്ട് പുണ്യമൊക്കെ ഭഗവാൻ അർപ്പിച്ചിട്ട് ദേഹത്യാഗം ചെയ്ത് ഈശ്വരനിലേക്ക് ചേർന്നു. അപ്പോൾ തന്നെ കണ്ടതിന് ശേഷം മരിച്ചുള്ളു. ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ട് ആകാശത്തിൽ വിമാനങ്ങളൊക്കെ വന്നു. നാഗേശാദികൾ, അതായത് സ്വർഗവാസികൾ, നാഗേശാദികൾ, നാഗം സ്വർഗം, നാഗം അല്ല, ഗായാണെങ്കിൽ സർപ്പമാണ്, നാക്ക കലത്തിൻ്റെ ക,
നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസൻ പാദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രണ താപസഗതി കണ്ടു. ആ മുനി പോകുന്നത് കണ്ടുകൊണ്ട് കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. ശ്രീരാമനും മൈഥിലിക്കും അതായത് സീതയ്ക്കും സൗമിത്ര ലക്ഷ്മണനും ഈ താപസ ഗതി അദ്ദേഹം പോകുന്നത് ഗതി പോകുക അത് കണ്ടുകൊണ്ട് അവർക്ക് കൗതുകമുണ്ടായി വന്ന്. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡലാഗമനവും തദ്വാശ്രമ പ്രവേശവും. ദണ്ഡകാരുണ്യ തലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നത് കേട്ടു ചണ്ഡനീധിതി കുലജാതയാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്ത് അവர்களോട് ആഹോഗാനന്ദ വിവശന്മാരായ അരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപ്പേ പള്ളി കൊള്ളുന്ന ഭവാൻ. പന്നഗോത്തമ അത് ശേഷന്റെ മെത്തയിൽ കിടക്കുന്നതാണ് വൈകുണ്ഠത്തിൽ. അത് പന്നകം പാമ്പ് ശേഷൻ. ആ ശേഷന്റെ മെത്തയിലല്ലയോ ഭഗവാൻ പള്ളി കൊള്ളുന്നത്, പരമാത്മാവായ നാരായണൻ. അത് നിങ്ങളുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപ്പേ പള്ളികൊള്ളുന്ന ഭഗവാൻ ശ്രീരാമനാണെന്ന്. ആ ഭഗവാൻ നാരായണനാണ്, ശ്രീരാമനെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ധാതാ വർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി. മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നത് ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും. ഭരതനും ശത്രുഘ്നും ശംഖവും ചക്രമാണ്. ലക്ഷ്മി സീതാദേവി ലക്ഷ്മിയാണ്. സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്ന് നൂനം നാനാ താപസ കുലസേവിത ആശ്രമസ്ഥലം കാനനം കാൺമാൻ ആശു നീ കൂടെ പോന്നിടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്തു. മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു. രാഘവൻ ചോദ്യം ചെയ്താൻ. അസ്ഥികളും തലയോടുമല്ല, മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും എല്ലാം അത്രൈവ മൂലം എന്തോന്നത്ര ഉണ്ടാവാൻ. അഹോ തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്ര നീ കേൾക്ക. മുനിസത്തമന്മാരെ കൊന്ന് നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമൻ അരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുല ഒട്ടൊഴിയാതെ കൊന്ന് നഷ്ടമാക്കിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുല ഇഷ്ടിയും ചെയ്തു നിത്യം. അത് യാഗം ഇഷ്ടിയൊക്കെ ചെയ്ത് തപോനിഷ്ഠയാ വസിക്കണം. ഇവരെല്ലാം സന്തോഷമായിട്ട് കുറേ ഭക്തന്മാരായവരെയൊക്കെ ഈ രാക്ഷസന്മാരെ കൊന്ന് അസ്ഥികൂടങ്ങളെല്ലാം കൂട്ടി അവരെ കൊണ്ടിനി എല്ലാത്തിനെയും ഞാൻ വധിക്കും എന്ന് പറയുന്നു. സത്യവിക്രമൻ ഇതി സത്യവും ചെയ്തു തത്ര നിത്യ സംപൂജ്യമാനനായി വനവാസികളാൽ തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി സൽസംഗർഗ ആനന്ദേന വസിച്ചു കഴിഞ്ഞിതു. വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു. ത്രയോദശം കൃതത്രേത. സുതീഷ്ണ ആശ്രമ പ്രവേശം. സുതീഷ്ണൻ എന്ന് പറഞ്ഞ മുനിയുടെ ആശ്രമം, അവിടേക്ക് ചെല്ലുവാണ് ഇനി അവർ. വിഖ്യാതമായ സുതീഷ്ണാശ്രമം മനോഹരം. മുഖ്യതാപസകുല ശിഷ്യ സഞ്ചയ പൂർണ്ണം. ഒരുപാട് മുഖ്യ മുനികളും ശിഷ്യരെല്ലാം അടങ്ങുന്ന സഞ്ചയം ഒരു കൂട്ടത്തോടെ സുതീഷ്ണാശ്രമത്തിൽ. സർവർത്തോ ഗുണഗണ സമ്പന്ന അനുപമം സർവകാലാനന്ദദാനോദയം അത്യത്ഭുതം. കഹോളുണ്ട് പറ്റുന്നില്ല. സർവപാദപാലത ഗുൽമ സങ്കുലസ്ഥലം സർവസൽ പക്ഷി മൃഗഭുജംഗ നിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായി. ഇതെന്ന് കേട്ടൊരു മുനിശ്രേഷ്ഠൻ അവിടേക്ക് ചെന്നെന്ന് കേട്ടു മുനി. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരഥൻ മുനി സംഭ്രമത്തോട് ചെന്ന് കൂട്ടിക്കൊണ്ടിങ്ങി പോന്നു. സംബോധിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ
ഭക്തി പൂണ്ട് അശ്രുജല നേത്രനായ സകൽഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ, നിന്തിരുവഴിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരു നിയോഗത്താൽ. എൻ്റെ ഗുരുവിൻ്റെ നിയോഗത്താൽ ശ്രീരാമൻ്റെ മന്ത്രം തന്നെയാണ് ഞാൻ ജപിക്കുന്നത് സന്തതം എപ്പോഴും. അഗസ്ത്യമുനിയുടെ ശിഷ്യനാണ് ഈ പറയുന്നത്. ഞാൻ എപ്പോഴും ഗുരു ആരാപ്പോഴും അഗസ്ത്യൻ, ശിഷ്യൻ പറയുന്നു ശ്രീരാമ ഭഗവാന്റെ നാമമന്ത്രമാണ് ഞാൻ ചൊല്ലുന്നത് മൽഗുരു നിയോഗത്താൽ. ഇതായത് അഗസ്ത്യമുനിയുടെ നിയോഗം കൊണ്ട്. ബ്രഹ്മശങ്കര മുഖ്യവന്ദ്യമാ പാദമല്ലോ നിൻ മഹാമായ അർണവം കടപ്പാൻ ഒരു പോദം. കപ്പല്, അതായത് നമുക്ക് ഈ മഹാമായിൽ നിന്ന് കരകയറാൻ ഭഗവാന്റെ ഒരു അതായത് പോദം, അതാരാ ശ്രീരാമനാമം. നമുക്കൊരു വള്ളമാണ് കരയ്ക്ക് കയറാൻ. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളും ആരാലും ഭവ തത്വം. ത്വൽഭക്ത ഭൃത്യനായി ഇടണം ഞാൻ, ത്വൽപാദാംബുജ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. പുത്രഭാര്യ അർദ്ധനിലയ അന്ധകൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടു എന്നെ, നിന്തിരുവഴി ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ. എന്നെ ഉദ്ധരിച്ചെടുക്കണമേ ഈ മായാസാഗരിൽ നിന്ന്. മൂത്ര മാംസ അമേധ്യാന്ധ്ര പുൽഗല പിണ്ഡമാകും ദേഹം. മൂത്രവും മലവും അസ്ഥി മാംസം ഇതൊക്കെ ഉള്ളതാണ് പിണ്ഡം. ഗാത്ര ഓർത്തോളം അതികശ്മല അതിങ്കലാസ്തയാ മഹാമോഹ പാശബന്ധവും ഛേദിച്ച് ആർത്തിനാശന ഭവാൻ വാഴുക എന്നുള്ളിൽ നിത്യം. ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാം മോഹപാശങ്ങളെല്ലാം അറുത്ത് ഛേദിച്ച് ജ്ഞാനമാകുന്ന ഭക്തിയാകുന്ന വാളുകൊണ്ട് ഇതെല്ലാം പോക്കണം. അതിന് ശ്രീരാമ മന്ത്രം ജപിച്ച് ഇതെല്ലാം നീ പോക്കണമേ. ആർത്തിനാശന ഭവാൻ വാഴുക എന്നുള്ളിൽ നിത്യവും വാഴണമേ. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലം എന്നാകിലും മന്ത്രജപരതന്മാരായ ജനങ്ങളെ മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല. ഈ മഹാമായാകുന്ന ഈ എന്തു പറയുന്ന മായ ബന്ധിക്കത്തില്ല. എന്താ? മന്ത്രജപരതന്മാർക്ക് ഭഗവാന്റെ മന്ത്രങ്ങളും ജപങ്ങളും വന്ന് അവരെ ഈ മായ തീണ്ടുകയില്ല, തൊടുകയില്ല. എന്താ കാരണം? എപ്പോഴും ഭഗവത് നാമങ്ങളല്ലേ ഉള്ളിൽ. മന്ത്രജപ വിമുഖന്മാരാൻ ജനങ്ങളെ, അങ്ങനെ ചെയ്യാത്തവരെ, രാമനാമം ജപിക്കാത്തവരെ, ഭക്തി ഇല്ലാത്തവരെ മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്ന അവരെ കെട്ടുമൂട്ടിലിട്ട് കഷ്ടപ്പെടുത്തും. സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. സേവാ അനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാതകങ്ങളെ പോലെ, ദേവപാദവങ്ങൾ അത് കൽപ്പവൃക്ഷം പോലെ അത്രമാത്രം നമ്മളുടെ സ്നേഹം കൊണ്ട് സർവ്വം നമുക്ക് ഒരു കൽപ്പവൃക്ഷം എന്ത് ഭാവന ചെയ്യുന്ന അതെല്ലാം നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കത. സേവ അനുരൂപ ഫലദാന തൽപരൻ, എല്ലാവർക്കും അനുരൂപനാണ് നമുക്കത് തരുന്ന ദാനം ചെയ്യുന്ന ഭഗവാൻ തൽപരൻ ഭവാൻ. ദേവപാദവങ്ങളെ പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മാനാം. നാനാരൂപങ്ങളായി തോന്നുന്ന ലോകത്തിങ്കൽ ഹനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. നാനാരൂപങ്ങളായി നമുക്ക് തോന്നുന്നത് എന്താണ്? ഹനുമാൻ അർക്കൻ 5-6 പാത്രത്തിൽ വെള്ളം അതിലും ഇതിലും എല്ലാം സൂര്യനെ കാണാം. അതുപോലെയാണ് നമ്മൾ. ഇങ്ങനെ ഈശ്വരൻ ഒരുവനാണ്, സൂര്യൻ ഒരുവനാണ്. പക്ഷേ നമുക്ക് കൃഷ്ണനെന്നും രാമനെന്നും ഗോവിന്ദനെന്നും അല്ലെങ്കിൽ വിഷ്ണുവെന്നോ ശിവനെന്നൊക്കെ നമുക്ക് തോന്നുന്നത് എന്താ? പല പാത്രത്തിലെ വെള്ളത്തിൽ അർക്കൻ സൂര്യൻ എങ്ങനെ നോക്കുന്നതെല്ലാം വെള്ളത്തിലും അതിലും ഇതിലൊക്കെ നിഴൽ കാണുന്നത് പോലെയാണ്. അത് യഥാർത്ഥ പരമാത്മാവിൻ്റെ പല പല ഛായകളാണ് ഇതെല്ലാം, സൂര്യൻ്റെ നിഴൽ പോലെ. നാനാ രൂപങ്ങളായി തോന്നുന്ന ഈ ലോകത്തിങ്കൽ ഭാനുമാൻ അതർക്കൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. വെള്ളം എത്ര പാത്രത്തിൽ വെച്ചാൽ അതിലെല്ലാം സൂര്യനെ കാണാം. അതുപോലെയാണ് ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു ഉപാസിപ്പൂ ഞാൻ ദയാനിധേ. അദ്ദൈവ ഭവ ചരണാംബുജ യുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോബലവശാൽ. മന്ത്ര ജപ വിശുദ്ധാത്മന പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും. സന്മയമായി നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ അരൂപമായി കർമ്മണ അഗോചരമായി ഒരു ഭവദ്രൂപം. മായാവിഡംബന രചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭകം കമനീയം. കാരുണ്യപൂർണ്ണ നേത്രം കാർമുഖ ബാണധരം സ്മേര സുന്ദരമുഖ അജിനാംബരധരം.
സീതാ സംയുതം സുമിത്രാത്മജ നിഷേവിത പാദ പങ്കജം നീല നേരത കളേബരം കോമള അതിശാന്ത അനന്ത ഗുണം അഭിരാമ ആത്മാരാമം ആനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷം അദ്യ മമ നേത്ര ഗോചരമായോരി തിരുമേനി നിത്യം ചിത്തെ വാഴുക വേണം. പ്രത്യക്ഷം അദ്യ മമ നേത്ര ഗോചരമായോരി തിരുമേനി പരമാത്മാവായ ശ്രീരാമൻ എനിക്ക് നിത്യവും ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്തിയാ നാമം ഉച്ചരിക്കായിടണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റിയേ, എനിക്ക് മറ്റൊന്നും വേണ്ട. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടുന്ന മുനിയോട് മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു. നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനി. സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോ ഉപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. സന്തതം എപ്പോഴും എന്നെ ശരണം പ്രാപിച്ച് മന്മന്ത്രോ ഉപാസകന്മാരായി നിരപേക്ഷ വെച്ചാൽ ഒന്നും അപേക്ഷിക്കത്തില്ല. ഈ ലോകത്തുള്ള ഒന്നും തന്നെ നമ്മൾ അപേക്ഷിക്കത്തില്ല, ഭഗവാനായി മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർക്ക് എന്ത് വരുന്നു? അങ്ങനെയുള്ള സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ ശ്രീരാമനെ നിത്യവും ചിന്തിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവണ്ണം അങ്ങനെ തന്നെ കാണായി വന്നിടുമല്ലോ. തൊൽകൃതമേ തൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാ മർത്തിനും വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ദേഹം നശിക്കുമ്പോൾ എന്നിൽ വന്ന് ചേരും, സായുജ്യം കിട്ടും. ഉണ്ടൊരാഗ്രഹം തവ ആചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ. എന്തിനാവതിപ്പോൾ എനിക്ക് അഗസ്ത്യ മഹാമുനിയെ കാണുന്നതിന് എന്താ ഇതിപ്പോൾ വേണ്ടുന്നത്? അതായത് ഈ സുധീഷന്റെ ഗുരുവാണ് അഗസ്ത്യൻ, അദ്ദേഹത്തിനെ കാണണം. അങ്ങനെ ഉണ്ടൊരാഗ്രഹം തവ ഈ സുധീഷന്റെ ആചാര്യനായ അഗസ്ത്യനെ കണ്ടു വന്ദിക്കണം. അത് അങ്ങനെ ചെയ്യുവാൻ വന്ദിച്ചു കൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ എന്താ അതിന് മാർഗം? അപ്പോൾ പറയാം, തത്രൈവ കിഞ്ചിൽ കാലം വസ്തുണ്ട്, അത്യാഗ്രഹം എത്രയും ഉണ്ട്. അടുത്തത് അഗസ്ത്യാശ്രമം മുനി. എനിക്കിനി ആഗ്രഹം അതാണ്, അടുത്തതായിട്ട് ഈ ഒരു ആഗ്രഹമേ ഉള്ളൂ. തത്രൈവ അതായത് അവിടെ തന്നെ, കിഞ്ചിൽ കാലം കുറച്ചു കാലം, വസ്തു ഉണ്ട് അത്യാഗ്രഹം താമസിക്കുവാൻ ആഗ്രഹമുണ്ട്, എത്രയും ഉണ്ട്. അടുത്തത് അഗസ്ത്യാശ്രമം മുനി. അതായത് എനിക്ക് ശ്രീരാമൻ പറഞ്ഞ് എനിക്കിനി അവിടെയാണ് അടുത്ത താമസം, അതിനാണ് ആഗ്രഹം, അഗസ്ത്യാശ്രമത്തിൽ പോകണം. ഇത്തം രാമോക്തി കേട്ട് ചൊല്ലിനാൻ സുധീഷ്ണനും. അസ്തുതേ ഭദ്ര, അത് തോന്നിയത് അത് ഇന്നു ഞാൻ കാട്ടുവനല്ലോ, ഞാൻ തന്നെ കാട്ടിത്തരാം. വഴി കൂടെ പോകുന്ന അടുത്ത നാൾ നമുക്ക് പോകാം. അദ്ദേഹത്തോട് പോകുമ്പം വഴി അറിയാമല്ലോ. കാട്ടുവനല്ലോ വഴി കൂടെ പോന്ന് അടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കണം. ഇന്നിവിടെ നാം ഒട്ടുനാളുണ്ട്, ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ, ഞാനും എൻ്റെ ഗുരുവിനെ കണ്ടിട്ട് ഒത്തിരി നാളായി. ഇന്ന് എന്തായാലും ഇവിടെ കഴിയണം, നമുക്കെല്ലാവർക്കും ഒട്ടുനാളുണ്ട്, ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ. പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. യുദ്ധം ആനന്ദം പൂണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്ത് സന്ധ്യാവന്ദനം കൃത്വ ശീഘ്രം പ്രീതനാ മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി. ഉച്ചയായപ്പോഴത്തേക്ക് പോവുകയാണ്. ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജപം പെട്ടെന്ന് തന്നെ ചെന്നു. ജപം വന്ന് സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്ത് അന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം അങ്ങനെ അവിടേക്ക് പോകാനുള്ള പെട്ടെന്ന് അതിനുള്ള ഒരുക്കം, അഗസ്ത്യ സന്ദർശനം. അങ്ങനെ അവർ ചെന്ന് എല്ലാ സന്തോഷമായിട്ട് ഭാനുമാൻ ഉദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. അങ്ങനെ നേരം വെളുത്ത് ഭാനു ഉദിച്ചു. അവിടെ സന്തോഷമായിട്ടൊക്കെ സുധീഷനായിട്ട് ഇവരിൽ സന്തോഷമായിട്ട് പറഞ്ഞ് അന്ന് രാത്രിയുടെ കഴിഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് ഭാനു, അത് അർക്കൻ ഉദിച്ചപ്പോൾ അർഘ്യവും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകി മഹാകാനനമാർഗേ, വലിയ വനത്തിൻ്റെ വഴി കൂടാണ് നടന്നുകൊണ്ട് മന്ദം മന്ദം. സർവതൃ ഫലകുസുമാഠ്യ പാദവലതാ സമൃദ്ധം നാനാ മൃഗസഞ്ചയ നിഷേവിതം. നാനാ മൃഗങ്ങൾ സഞ്ചയം നിഷേവിതം, അവിടെ അതൊന്നും ഇല്ല, നാനാ മൃഗങ്ങളൊന്നും അവിടെ ഇല്ല, നിഷേവിതാണ്. നാനാ പക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം. അവിടെ പല പക്ഷികളും എല്ലാം ഉണ്ട്, കാരണം ജാതി വൈരരഹിതം, അവിടെ വൈരം ഇല്ല. എല്ലാ ജീവജാലങ്ങളും ഒരു കുഴപ്പമില്ല, അടികൂടക്കവും കടികൂടക്കവും ഒന്നും ഇല്ല. എന്താ ജാതി, ഒരു ജാതികൾ, അത് ഒരു ജാതിയിൽപ്പെട്ട മൃഗങ്ങളോ പക്ഷികളോ ഒന്നും തന്നെ
വൈരരഹിതം, വൈരമില്ല, ജന്തുപൂർണ്ണ, അങ്ങനെയുള്ള ജന്തുപൂർണ്ണമാണ്. നന്ദന സമാന ആനന്ദദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിത അനുഭവം. നല്ല വേദധ്വനിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നു. ആശ്രമമല്ലേ, ഒത്തിരി ശിഷ്യന്മാരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ വേദധ്വനിച്ച അവിടെ ഈ പാരായണങ്ങളൊക്കെ നടത്തുന്ന ധ്വനികളൊക്കെ അനുപമം. ബ്രഹ്മർഷി പ്രവരന്മാരാം അമരമുനികളും സമ്മോദം പൂണ്ടു വാഴും മന്ദിര നികരങ്ങൾ. സംഖ്യയില്ലാതോളം ഉണ്ട് ഓരോരോ തരം നല്ല സംഖ്യാവത്തുക്കളും ഉണ്ട് അറ്റമില്ലാതെ വണ്ണം. അതായത് പണ്ഡിതന്മാർ, നല്ല നല്ല ജ്ഞാനികൾ, അറിവുള്ള പണ്ഡിതന്മാരൊക്കെ ഏറ്റമുണ്ട് അവിടെ, ഒത്തിരി പേരുണ്ട്. സംഖ്യയില്ലാതോളം ഉണ്ട് ഓരോരോ തരം നല്ല സംഖ്യാവത്തുക്കൾ, ഓരോരോ രീതിയിലുള്ള പലതും വേദങ്ങൾ പഠിച്ച പല ജ്ഞാനികളും സംഖ്യാവത്തുക്കളും ഉണ്ട് അറ്റമില്ലാതെ വണ്ണം. അത്രമാത്രം ശിഷ്യനും എല്ലാവരും പണ്ഡിതന്മാരെല്ലാം അവിടെ ഉണ്ട്. ബ്രഹ്മലോകവും ഇതിനോട് നേരല്ലെന്നത്രേ. ബ്രഹ്മലോകത്തോലും ഇത്ര സുന്ദരമല്ല, അത്രയ്ക്ക് ആനന്ദമാണ് അവിടെ. ബ്രഹ്മജ്ഞന്മാരായുള്ളവർ ചൊല്ലുന്നു, കാണും തോറും ബ്രഹ്മജ്ഞന്മാരെല്ലാം ഇത് കാണും തോറും അങ്ങനെയാ പറയച്ചല്, ഇത് ബ്രഹ്മലോകവും മാറിപ്പോകുമല്ലോ. ആശ്ചര്യം ഓരോ നിവ കണ്ടവരും ചെന്ന് ആശ്രമത്തിന് പുറത്തടുത്ത് ശുഭദേശേ വിശ്രമിച്ച് അനന്തരം അരുളി ചെയ്തു രാമൻ. വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനി ഇപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടാഗതനായോർ എന്നെ അങ്ങുണർത്തി ചീറണം. ശിഷ്യനായ സുധീഷ്ണൻ ചെന്ന് അഗസ്ത്യമുനിയോട് പറയണം, ഇവിടെ ആഗതനായി വന്നിരിക്കുന്നു. ഇവിടെ ആശ്രമത്തിനടുത്ത് ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനന ദ്വാരേ വസിച്ചിടുന്നത് ഉപാശ്രമം. ഉപാശ്രമ വെച്ചാൽ ആശ്രമത്തിനടുത്ത്, യഥാർത്ഥ ആശ്രമത്തിൽ ചെന്നില്ല, അടുത്തൊരു ചെന്ന് ഇരിപ്പുണ്ട്. അവിടെ നിന്ന് മഹാമുനിയെടുത്ത് അറിയിക്കണം, ഉണർത്തിക്കണം, ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുന്നു എന്ന്. ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദം ഇത്യുക്ത്വാ സത്വരം ഗത്വാ ആചാര്യ മന്ദിരം മുദാ നത്വാ തം ഗുരുവര അഗസ്ത്യം മുനികുല സത്തമം രഘുത്തമ ഭക്ത സഞ്ജയാവൃതം രാമമന്ത്രാർത്ഥ വ്യാഖ്യാ തൽപരം ശിഷ്യന്മാർക്കായി കാമത അഗസ്ത്യ ആത്മാരാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാനത വക്രത്തോട് ആരാൾ വീണുടൻ ദണ്ഡ നമസ്കാരവൻ ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോട് നിജ ഭാമിനിയോടുണ്ടി ആഗതനായിട്ട് ഇപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേ. അവരെല്ലാം അവിടെ പുറത്തു നിൽക്കുന്നു, ആശ്രമത്തിനടുത്ത് വന്ന് നിൽക്കുന്നു. നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ, അഗസ്ത്യമുനിയുടെ പാദം കണ്ട് വന്ദിപ്പാൻ അവർ ഭക്തിയോടെ അവിടെ നിൽക്കുന്നു. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്ത ഞാൻ നേരത്തെ തന്നെ വന്നെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, മുമ്പേ തന്നെ ഞാൻ കണ്ടു. അഗസ്ത്യമുനിക്ക് കാണാം അവരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ഭദ്രം തേ രഘുനാഥ ആനയ, അതായത് രഘുനാഥനെ വരുത്തുക ആനയ. ഭദ്രന്തേ രഘുനാഥ ആനയ ക്ഷിപ്രം രാമഭദ്രമേ ഹൃദയസ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ട് കാൺമാൻ. എത്ര നാളുണ്ട് ഞാൻ കാത്തിരിക്കുന്നു. ഭഗവാൻ അവതരിച്ചെന്ന് അവർ നേരത്തെ അഗസ്ത്യമുനി അറിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നു കേട്ടപ്പോഴേ ക്ഷിപ്രം പെട്ടെന്ന് രാമഭദ്രമേ ഹൃദയസ്ഥം ഭക്തവത്സലം ദേവം, അദ്ദേഹത്തിനെ ആനയിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഞാൻ എത്ര നാളുണ്ടേ പാർത്തിരുന്നു കാൺമാൻ. പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമേതി രാമമന്ത്രവും ജപിച്ച് അതികോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്താ സരഭ സമുദായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തം അത്യന്ത ഭക്രിയ മുനി സത്തമരോടും നിജശിഷ്യ സഞ്ചയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം പാർത്ത് അരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരം അസ്തു സന്തതം രാമഭദ്രമേ ദൃഷ്ട്വാ ചിരം അദ്ദീവ സമാഗതം യോഗ്യനായിരിപ്പോരിഷ്ട അതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായതോ ഭവാൻ. അദ്യവാസന മമ സഫലമത്രയല്ല മത്തവ സാഫല്യവും വന്നതോ ജഗൽപദേ. ഇങ്ങനെ ഭഗവാൻ അത് യോഗ്യനായിരിപ്പോ ഒരു ഇഷ്ട അതിഥി ബലാൽ മമ, എനിക്ക് ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായത് ഭവാൻ. അദ്യവാസരം അത് മമ സഫലം അത്ര അല്ല, എൻ്റെ തപസാഫല്യം വന്നു ജഗൽപദ. ഇതെല്ലാം ഒത്തുവന്നു എൻ്റെ തപസ്സിനും സാഫല്യമായി. ആര് പറയുന്നു? കുംഭസംഭവനാണ് അഗസ്ത്യമുനി. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും. തമ്പി വെച്ചാല് അനുജൻ ലക്ഷ്മണൻ, വൈദേഹി സീത.
രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുമ്പിട്ടു ഭക്തിയാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവ് എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. ഭക്തി കൊണ്ട് പാദത്തിൽ വീണപ്പോൾ പെട്ടെന്ന് തന്നെ ഈ അഗസ്ത്യമുനി എടുത്തു. ഗാഠ ആശ്ലേഷവം ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും, അതായത് അനന്തന്റെ അംശം കൊണ്ട് ജനിച്ചവൻ പിന്നെ ആണ് ഗൂഢപാദീശാംശനായ ലക്ഷ്മണൻ. അനന്തന്റെ അവതാരമാണല്ലോ. ഗാത്ര സ്പർശന പര ആഹ്ലാദ ജാത സ്രവ നേത്ര കീലാലാകുലനായ താപസവരൻ, അതായത് ശരീരം സ്പർശിച്ചത് കൊണ്ടുണ്ടായ ആലിംഗനം ചെയ്തപ്പോൾ ശരീരം സ്പർശിച്ചു. അപ്പോഴെന്തോ വന്നേ, ആനന്ദ കണ്ണുനീരണിഞ്ഞു. അത്രമാത്രം സ്നേഹവും ഭക്തിയും വാത്സല്യം എല്ലാം വന്നു. അത് അങ്ങനെ പിന്നെ ഗാത്ര സ്പർശന പരം, അത്രമാത്രം ആഹ്ലാദ ജാത സ്രവം, കണ്ണുനീരിങ്ങനെ ഒഴുകി നേത്രത്തിൽ നിന്ന് കീലാലാകുലനായ താപസവരൻ, അത് അഗസ്ത്യമുനിക്ക് ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്യുതം, കണ്ണുനീരും രോമാഞ്ചമൊക്കെ വന്നു. രാഘവനുടെ കരപങ്കജം അതിദ്രുതം. സ്വാശ്രമം, അതായത് സ്വന്തം ആശ്രമത്തിൽ പോയി. സ്വാശ്രമം ജഗാമഘൃഷ്ടാത്മന മുനിശ്രേഷ്ഠൻ ആശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം, ആശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം പാദ്യ അർഘ്യാസന മധുപർക്ക മുഖ്യങ്ങളുമായി പാദ്യ സമ്പൂജ്യ സുഖമായും ഉപവിഷ്ടനാഥം വന്യഭോജ്യങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു ധന്യനാൻ തപോധനൻ ഏകാന്തേ ചൊല്ലിയിടിനാൻ. അതായത് പാദ്യാർഘ്യാസന മധുപർക്ക മുഖ്യങ്ങളും ആപാദ്യ സമ്പൂജ്യ സുഖമായി ഉപവിഷ്ടനാഥം, അതായത് പാദങ്ങളെല്ലാം ഭംഗിയായി കഴുകി വൃത്തിയാക്കി പൂജിച്ച് മധുവർക്കങ്ങളെല്ലാം കൊടുത്ത് മുഖ്യങ്ങളും പാപാദ്യ സമ്പൂജ്യ സുഖമായി ഇരുത്തി ഉപവിഷ്ടനാഥം വന്യഭോജങ്ങൾ കൊണ്ട് സാദരം ഭുജിപ്പിച്ചു, എന്നുവെച്ചാൽ പഴങ്ങളെല്ലാം കൊണ്ട് വന്യഭോജങ്ങൾ കൊണ്ട് ഭുജിപ്പിച്ചു. ധന്യനാൻ തപോധനൻ ഏകാന്തേ ചൊല്ലിയിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരധി തീരത്തിങ്കൽ നിന്ന് അരുൾ ചെയ്തു. ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാര അപഹരണം ചെയ്തിടുവൻ എന്നു തന്നെ. അതായത് ഇദ്ദേഹം ഈ അഗസ്ത്യമുനി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നാരായണൻ ക്ഷീരവാരധി തീരത്തിങ്കൽ നിന്ന് അരുൾ ചെയ്തു. കഠിനമായ ഈ രാവണനെ തന്നെ കൊന്ന് ഞാൻ ഭൂമണ്ഡലത്തിൽ ഭാര അപഹരണം ചെയ്തിടുവാനെന്ന് തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ എന്ന് അഗസ്ത്യമുനിയടുത്ത് പരമാത്മാവായ നാരായണൻ വൈകുണ്ഠപതി ഇദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഞാൻ അവതരിക്കും. ആ ശ്രീരാമനാണ് ഇപ്പോൾ അടുത്ത് ചെന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ക്ഷീരവാരധി തീരത്തെങ്കിൽ, അതാ ഇവിടെ പാലാഴിയിൽ വൈകുണ്ഠത്തിൽ അന്ന് ശ്രീരാമൻ അവതരിച്ചില്ല. അതായത് നാരായണൻ അന്ന് പറഞ്ഞ കാര്യം ഇവിടെ അഗസ്ത്യമുനി പറയുന്നു. ക്ഷീരവാരധി തീരത്തെങ്കിൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാര അപഹരണം ചെയ്തിടുവനെന്ന് തന്നെ. സാരസാസന സകലേശ്വര ദയാനിധേ. ഞാൻ അന്ന് തുടങ്ങി വന്നിവിടെ വാണിടിനേൻ ആനന്ദ സ്വരൂപന നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. അന്ന് ഞാൻ ഇവിടെ വന്ന് കഴിയുന്നു. എപ്പോൾ വരും എന്ന് പറഞ്ഞ് നിന്റെ ഉടൽ കാണാൻ, പരമാത്മാവായ ഭഗവാന്റെ ഉടൽ കാണാൻ, ശ്രീരാമന്റെ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കു മുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടെ മായ തനിക്ക് ആശ്രയഭൂതയായി തന്നുടെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട്, അത് മായ മഹാദേവി സീത, ലക്ഷ്മി അത് മഹാമായ, അതാണല്ലോ സീത. നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. കളങ്കമില്ലാതെ വേദാന്തികൾ ഇങ്ങനെ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാ അവ്യാകൃതം എന്ന് ഉപദേശദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതി എന്ന് ചൊല്ലും, മായ അതീതന്മാരെല്ലാം സംസൃതി എന്ന് ചൊല്ലും. മായ അതീതം വെച്ചാൽ ഈ മായയെ കടന്നവര് ആത്മജ്ഞാനികൾ, അതായത് ഈ മായായിട്ട് എല്ലാം ത്യജിച്ച് ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത
ഞാനെന്നോ നീയെന്നോ അല്ലെങ്കിൽ എൻ്റെതെന്നോ എനിക്കുള്ള വീടെന്നോ കൂടെന്നോ ഒന്നും മായയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അതീതന്മാർ, മായയും കടന്ന് ജയിച്ചവർ. അവരെന്ത് പറയുന്നു? സംസ്കൃതി എന്ന് ചൊല്ലും മായാദേവിയെ മൂലപ്രകൃതി എന്ന് ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്ന് ചൊല്ലും വിദ്വാൻമാർ അവിദ്യ എന്ന് പറയുന്നുവല്ലോ. അത് വിദ്യയും അവിദ്യയുണ്ട്. ദേവി വിദ്യയായിട്ടും അവിദ്യയായിട്ടും. അവിദ്യ എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചം. ഇതിനെ നമ്മൾ വിദ്യ കൊണ്ട് കടക്കണം. അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കഴിഞ്ഞും കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് അതായത് അതീതമാകണം. എങ്ങനെയാ? മായ അതീതന്മാരെല്ലാം സംസ്കൃതി എന്ന് ചൊല്ലുന്നത് നമ്മൾ അതീതമാകണം. മായ കടത്തി വെട്ടി, അതായത് അവിദ്യയാകുന്ന മായ ഇത് ദേവിയാണ്. പക്ഷെ അത് നമുക്കിത് വെച്ചേക്കുന്നത് അവിടെ. നമ്മൾ ഇതിനെ പഠിച്ച് നന്നായി ഈശ്വരജ്ഞാനം നേടുമ്പോൾ നമ്മൾ ഇതിനെ കടത്തിവെട്ടി ആ യഥാർത്ഥ വിദ്യ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതീതമാകാം. ഇവിടെ നിന്നും കൊണ്ട് വേണം ചെയ്യാൻ. നമുക്ക് ആഹാരവും എല്ലാം പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടാകുന്നു. ഇത് ദേവിയുടെ വേറൊരു അവിദ്യ. അത് വിദ്വാൻമാർ അവിദ്യ എന്ന് പറയുന്നുവല്ലോ. അതാ മഹാമായെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഒന്ന് അവിദ്യ, അതാ വിദ്യ ഇല്ലാത്തത്. എങ്ങനെയാ? ആത്മജ്ഞാനം നേടാത്തത് ആണല്ലോ ഈ ലോകം. ഈ ലോക ചിന്തയിൽ താമസിച്ച് പോകുന്ന സമയം പോയി നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. ഇത് നിർത്തിക്കളയൂ. അത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് 1 മണിക്കൂർ ഇതിപ്പോൾ വായിക്കട്ടെ. ഇതൊക്കെ ഗുരുമുഖത്തുനിന്ന് നമ്മൾ ചേർന്ന് പഠിക്കേണ്ടുന്നതാ. ഇങ്ങനെ അല്പസമയം കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ഒക്കുന്നതല്ല ഇത്. വിദ്വാൻമാർ അവിദ്യ എന്ന് പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. ശക്തി ദേവി മഹാശക്തി പരാശക്തി, അതിനെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ മാണയാകിയ മായ തന്നിൽ നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വം എന്നല്ലോ ചൊല്ലു. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കിലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്ദേതികളേവം 3ആയി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വ്യതിമായി ചമഞ്ഞതു 3മെന്നറിഞ്ഞാലും താമസത്തിങ്കിൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കിൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം അവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യങ് യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗ ഔഖ പൂർണ്ണമായി ഉണ്ടായി വന്നു. ത്വന്മായാ ഗുണങ്ങളെ 3 ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി. ഭഗവാൻ നാരായണന്റെ നാഭിൽ നിന്ന് ലോക സൃഷ്ടിക്ക് രജോ ഗുണമായി ബ്രഹ്മാവ് വന്നു. സത്വമാം ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു. നമ്മളെല്ലാം സൃഷ്ടി ചെയ്ത ബ്രഹ്മാവ് നമുക്ക് ഇവിടെ സൃഷ്ടിച്ചു. നമുക്ക് രക്ഷ ചെയ്യുന്നത് ആരാണ്? വിഷ്ണു. അങ്ങനെ സത്വമാ ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു. രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ശിവൻ. രുദ്രൻ തമോ ഗുണം കൊണ്ടെടുത്ത് സംഹരിക്കും. നമ്മളെല്ലാം എപ്പോഴാലും ജനിച്ചാൽ മരിക്കണമല്ലോ. അപ്പം ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവിയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ 2 വിധമായി വന്നാളല്ലോ. കണ്ടോ, 2 വിധമായി വന്നു. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ. ഒന്ന് വിദ്യയും ഒന്ന് അവിദ്യയും. ഞാൻ നേരത്തെ പറഞ്ഞതാണിത്. വിദ്യയും അതായത് തന്മൂലം ഗുണവാനെ പോലെ ആയത് ഭവാൻ ത്വന്മഹാമായ 2 വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ. നിവൃത്തി എന്ന് വെച്ചാൽ ഈ ലോക ചിന്ത നിവൃത്തി വന്നവര്, ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടിയവര്, അവരെന്ത് പറയുന്നത്? വിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ, അതായത് ജ്ഞാനികൾ, സന്യാസികൾ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. ഇവിടെ പ്രവൃത്തി കൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ ഈ സാധാരണക്കാര് ഈശ്വരജ്ഞാനികളല്ലാത്തവർ കർമ്മം ചെയ്ത് ഇവിടെ ഇങ്ങനെ നിവൃത്തിയില്ലാതെ ഇതിൽ തന്നെ കിടന്നങ്ങ് ഉഴലുന്നു. അതാണ് അവിദ്യാവശന്മാരായി. അവർക്ക് വിദ്യയില്ല. അവരെന്നും കിട്ടും, കഴിക്കും, പിന്നും വരുത്തും, ഇങ്ങനെ കറങ്ങി മരിക്കുവോളം ഇത് തന്നെ ജോലി. ഇവിടെ കർമ്മം ചെയ്ത് കിടക്കുന്നു.
അതുകൊണ്ട് പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്ത വാക്യാർത്ഥ വേദികളായ സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു. നിരന്തരം വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു. തത്വജ്ഞന്മാർ വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന്, അതായത് അവർക്ക് മുക്തി നേടിയവർ, ദിവസവും ഒന്നും തന്നെ ആഗ്രഹമില്ല. അപ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി, ജീവൻ മുക്തി എന്നും പറയാം. നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു. തത്വജ്ഞന്മാർ തൻ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനെ സംഭവിച്ചിടം. തൻ മന്ത്ര ഉപാസകന്മാരായുള്ള ഈ ഭക്തന്മാർക്ക് എന്ത് വരും? നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടം. നമ്മൾ പറയത്തില്ല എങ്ങനെ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതെന്ന്? എന്താ കാരണം? ഇത് മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവാം. നമ്മുടെ ഉള്ളിൽ തനിയെ സംഭവിക്കുന്നതാണ്. ഒന്നിൻ്റെ ഇതൊക്കെ ഒരു ഗുരു ഇല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ തന്നെ നമുക്ക് ഗുരുവായെന്ന് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും. ഇത് തന്നെ ഞാനിത് വായിക്കാൻ ഞാൻ കഴിഞ്ഞ വർഷം പുതുതായിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പം അന്ന് നിർത്തിച്ചിട്ട് ഞാൻ ഇപ്പോഴത് എടുക്കുന്നത്. ഈ 1-ാം തീയതിയുടെ ഒരാഴ്ചയ്ക്ക് അത് ഓരോ പ്രാവശ്യം ഓരോ ഇതേ വായിക്കുക. ഓരോ വായിക്കാൻ എനിക്ക് പറ്റൂലല്ലോ. അപ്പം നമുക്ക് ഇത്രയെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം എന്താ തരുന്നത്? നമുക്ക് തന്നെ ഇങ്ങനെ ഉള്ളിൽ ഉണ്ടായി വരുന്നതിന് ചൊല്ലുമെന്ന് ഈശ്വരൻ്റെ ഒരു കരുണയെന്നേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അല്ലെങ്കിൽ എനിക്കിത് മിണ്ടാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ മന്ത്രോ ഉപാസകന്മാർ ഭഗവാന്റെ നാമം നിത്യേന കൃത്യനിഷ്ഠയായി ആരുപാസിക്കുന്നു. നമുക്ക് എന്താണ് നിത്യേന ഭഗവാന്റെ നാമങ്ങളും എന്താ ചെയ്യേണ്ടതൊക്കെ നമ്മൾ നിത്യമായി ചെയ്യുമ്പോൾ ഭഗവാൻ ഭക്തി വർദ്ധിക്കുകയാണല്ലോ. അതിൻ്റെ കാരണം ഈശ്വരൻ നമ്മളെല്ലാം ഒരു ഭക്തിയും സ്നേഹം കൊണ്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. കൃത്യനിഷ്ഠ അല്ലെ നമുക്ക് എന്ത് വേണം? ഈ എത്രയോ പേര് വന്ന കാക്കിന് ഒരു വിളക്കൂലം കത്തിക്കാതെ രാവിലെ കൃത്യനിഷ്ഠ നടത്താതെയും പ്രാർത്ഥിക്കാതെ എത്രയോ പേര് കഴിയുന്നു. അങ്ങനെ കഴിയുന്ന കാര്യമല്ല പറയുന്നത്. നിത്യവും, അതായത് നിത്യവും മുടങ്ങാതെ കൃത്യനിഷ്ഠയായിട്ട് അങ്ങനെ തൻ മന്ത്രം ഭഗവാന്റെ നാമങ്ങൾ ഉപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യയാണ്. ഇതൊക്കെയാണ് നിർമ്മലം. അത് താനെ ഇങ്ങ് വരും, സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. അതായത് മൂഢന്മാർക്ക്, വിദ്യയില്ലാത്ത അജ്ഞാനികൾക്ക്, അന്ധന്മാർക്ക് എന്ത് വരുന്നു? 100,000 ജന്മം ജനിച്ചാലും വിദ്യ ഉണ്ടാകത്തില്ല. അതല്ലേ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അങ്ങനെ ഇപ്പം ഒരു വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും അങ്ങനെ ആയാൽ പോലും ഒരിക്കലും ആ ഭർത്താവോ അല്ലെ ഭർത്താവിന് ഭാര്യയോ രണ്ടും 2 കൊമ്പത്താകുമ്പോൾ ഒരിക്കലും അവർക്ക് നന്നാവാറ്റ് നമുക്ക് ഒഴിഞ്ഞു കളയാനേ പറ്റൂ. നമുക്ക് ഈശ്വരനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ നമുക്ക് മറ്റെല്ലാം ഈ ലോകത്തെ ചിന്തകളെല്ലാം നമ്മൾ ത്യജിക്കുന്നവരാണ് ഭക്തന്മാർ. അപ്പോൾ സർവ്വം ത്യജിക്കുമ്പോൾ ഒരാളെ മാത്രമോ അല്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റേതാണെന്ന് പറയുമ്പം ആ ത്യജിക്കുക, അത് എല്ലാം സമത്വമായിട്ട് കാണുമല്ലോ. അപ്പോൾ അവിടെ ഭർത്താവ് ഇങ്ങനെയുള്ള മുക്തന്മാർ അവിടെ എൻ്റെ ഭർത്താവെന്നോ ഒന്നും എല്ലാം സമത്വമായിട്ടാണ് കാഴ്ചയുള്ളത്. അത് ഇത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞതാ. എനിക്ക് എല്ലാം ഒന്നായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നന്മ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കും എല്ലാവരെയും. അതേസമയം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഞാൻ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യും. അതിന് അമ്മയായാലും ഭർത്താവായാലും മക്കളായാലും. അതാണ് എൻ്റെ സ്വഭാവം. ഞാനത് പറഞ്ഞത് ഇത് ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല. എന്താ സംഭവം? നമുക്ക് എല്ലാം ത്യജിച്ചവർക്ക് അവിടെ ഒരു മമതയില്ല പിന്നെ. അതുകൊണ്ട് നിർമ്മലയായ വിദ്യ താനെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നത് ചെറ്റില്ല. 100,000 ജന്മങ്ങൾ കഴിഞ്ഞാൽ അവർക്കൊന്നും നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിൽ കയറത്തില്ല. ഇങ്ങനെ വേണം അങ്ങനെ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ചെവിക്കൊള്ളാൻ കഴിയത്ത. എന്താ കാരണം? ചെവിയുള്ളവനും കേൾക്കട്ടെ എന്നാണല്ലോ കർത്താവും പറഞ്ഞേക്കുന്നത്. അത് ചെവിയില്ല കേൾക്കാൻ. അത് കേട്ടാൽ എന്തെന്ന് അറിയാനുള്ള ഒരു തിരിച്ചറിവും ഇല്ലാത്തവരാണ്. അവരെ നമ്മൾ എന്ത് ചെയ്യും? നന്നാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരില്ലേതും സംശയമോ. അവർ ഏകാന്ത മുക്തന്മാർ, അവർ ഒറ്റയ്ക്ക് കഴിയാനാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക്. കാരണം മറ്റ് കാര്യമായിട്ട് ഒരു ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പോൾ അവർ ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് ഭഗവാനോടൊപ്പം ചേർന്നിരിക്കും. ഒറ്റയല്ല, ഈശ്വരനുണ്ട്, ഈശ്വരനായിട്ടങ്ങ് ചേർന്നിരിക്കുക. അതാണ് മുക്തന്മാർ. സംശയമില്ല ഓർത്താൽ. ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്തത് ഞാനിപ്പോൾ എന്താ ചെയ്യാനാ? ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ത്വൽഭക്തി സുധാ, അത് അമൃതാകുന്ന ആ ഭക്തി സുധ. ഹീനന്മാർ ഇല്ലാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കാൻ സ്വപ്നം പോലും അവർ കാണത്തില്ല. ഒരു സ്വപ്നത്തിലെങ്കിലും എനിക്ക് മോക്ഷം കിട്ടി എന്ന് സ്വപ്നത്തിൽ പോലും കിട്ടുകയില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധു. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നു
വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു, സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ഈ സാധുക്കൾ ആരാണ്? സമചിത്തന്മാർ. എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന അവിടെ എൻ്റെ ഒത്തിരി പേര് നിൽക്കുന്നു, എല്ലാവരും ഒന്നുപോലെ കാണുന്നു. അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എൻ്റെ മോൻ്റെ മോളോ കുഞ്ഞു അതിന് ഒന്ന് പ്രത്യേക അർത്ഥം എന്താ? സമമാണോ? സമചിത്തന്മാർ എല്ലാം ഒന്നുപോലെ കാണണം. എൻ്റെ കൊച്ചൊന്നും നിൻ്റെ കൊച്ചൊന്നും കാണത്തില്ല. അവിടെ എല്ലാവരെയും മറ്റു കൊച്ചുങ്ങൾ വീണാൽ അതിനേക്കാളും ദുഃഖമായിരിക്കും നമുക്ക്. കാരണം സ്വന്തം പ്രസവിച്ച മക്കൾ വീഴുമ്പം അത്ര പ്രയാസം വരത്തില്ല, കാരണം താങ്ങാൻ ഇവിടെ ഒരാൾ ഉണ്ടെന്നൊരു ചിന്തയെങ്കിലും വരും. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ ആരെ സ്നേഹിക്കണം? അത്രത്തോളം തന്തയും തള്ളയും കൂടില്ലാത്ത ഒരു കൊച്ചിനെ വേണം സ്നേഹിക്കാനും ലാളിക്കാനും എല്ലാം. എന്തുകൊണ്ടാ? അവർ എല്ലാം കുഞ്ഞുങ്ങളാണ്, പക്ഷേ അവർ ചിന്തിക്കണം നമ്മൾ തന്നെയാണ് അവരുടെ മാതാപിതാക്കളെന്ന് അറിയണം. അവർ ആ സ്നേഹം കൊണ്ട് കൊടുക്കണം. അതാണ്. അപ്പോൾ എല്ലാ സമത്വം ഇല്ലേ? എൻ്റെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞെന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഗൃഹത്തിൽ താമസിക്കുമ്പോൾ നമ്മുടെ കുട്ടിയോടെ വരുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ചേർക്കണം. അത് കാരണം നമ്മളെ തേടിയല്ലോ അവർ വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിനൊരു പ്രത്യേകത ഉണ്ടെന്നല്ലാതെ എല്ലാവരും തുല്യമായി കാണണം. അതുകൊണ്ട് സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി, നിസ്പൃഹന്മാരായി, വിഗതേഷണന്മാരായി. അതായത് അസൂയയില്ലാത്തവര്, ആഗ്രഹങ്ങളില്ലാത്തവര്, അതാണ്. അപ്പം അങ്ങനെയുള്ളവരാണ് സമത്വമായിട്ടുള്ളത്. നിസ്പൃഹന്മാരായി, വിഗതൈഷണന്മാരായി, സദാ ത്വൽഭക്തന്മാരായി, നിവൃത്ത അഖില കാമന്മാരായി, ഇഷ്ട അനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി, നഷ്ടസംഗന്മാരുമായി, സന്യസ്ത കർമാക്കളായി. ഞാൻ ഇത് ഉറക്കെ വായിക്കുന്നുണ്ട്, നാളെ ചിലപ്പോൾ ഇത് വായിക്കാൻ പറ്റാതെ തൊണ്ട ഇപ്പോൾ അടഞ്ഞു തുടങ്ങി. തുഷ്ടമാനസന്മാരായി, ബ്രഹ്മതൽപരന്മാരായി, ശിഷ്ടാചാരിക പരായണന്മാരായി നിത്യം. അതായത് പിന്നെ സൽക്കർമ്മങ്ങളിൽ മാത്രം താല്പര്യമുള്ളവർ. ഇതൊക്കെ ചിന്തിച്ചാൽ ഇതെല്ലാം സത്യമായ കാര്യമാണ്. വേണ്ടാത്ത മറ്റ് ഈ ലോക ചിന്തയിലേക്ക് യാതൊരു താല്പര്യം, സ്വന്തം അല്പം കഞ്ഞി വെച്ച് കുടിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഇതിന് എത്ര തല വയ്യെങ്കിലും തൊണ്ട വയ്യെങ്കിലും ഇതിലൊക്കെ എനിക്ക് താല്പര്യം. അപ്പോൾ മനസ്സിലാക്കൂ ഇത് എത്രമാത്രം അറിഞ്ഞാൽ ഇത് എഴുതിയിട്ടേക്കുന്നതെന്ന്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇത് ഇങ്ങനെ അറിഞ്ഞവർ തന്നെ ഇത് വായിക്കണം എന്നുള്ളത്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് വായിക്കുന്ന തെറ്റ് വരും, അതാണ് കുഴപ്പം. വായിച്ച ശീലമില്ല. അപ്പോൾ തുഷ്ടമാനസന്മാരായി, ബ്രഹ്മതൽപരന്മാരായി, ശിഷ്ടാചാരിക പരായണന്മാരായി നിത്യം എപ്പോഴും പാരായണങ്ങൾ ചെയ്ത് യോഗ, അതായത് സൽക്കർമ്മങ്ങളിൽ മാത്രം താല്പര്യമുള്ളതാണ് ശിഷ്ട ആചാരിക പരായണന്മാരായി നിത്യവും. യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി, ഏകാന്തത, അഹിംസ, ഇന്ദ്രിയ നിഗ്രഹം തുടങ്ങിയവ. ഇന്ദ്രിയങ്ങൾക്ക് ബെല്ലും ഒക്കെ ഇടണം, ബ്രേക്ക് ഇടണം. ബെല്ലും ബ്രേക്കില്ല, ഓടരുത്. എല്ലാ 5 ഇന്ദ്രിയങ്ങൾക്കും നമുക്ക് മനസ്സിനും 6നും ഇടണം. എന്നിട്ട് അഹിംസ, ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ എന്തൊക്കെയാ? യമനിയമാതി സമ്പന്നന്മാരായി, ഏകാന്തേ എവിടെയെങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലത്ത് ആരുടെ ഉപദ്രവമില്ലാതെ, എന്നാലേ നമുക്കിതൊക്കെ പറ്റത്തുള്ളൂ. ദൈവം അറിഞ്ഞു തന്നെയാണ് എന്നെ ഇങ്ങനെ ആക്കിയിരുന്നാൽ ആരും കുറ്റം വെച്ചിട്ട് കാര്യമില്ല. ചിലർക്കൊക്കെ തോന്നുമായിരിക്കും മക്കളെടുക്ക വിളിച്ചിട്ട് പോകണില്ല, മക്കളുടെ അവിടെ പോയി നിൽക്കുന്നില്ല, ഒറ്റയ്ക്കൂടെ വയ്യെങ്കിൽ വെച്ചു കൊടുക്കാൻ ആരൊക്കെ വിളിച്ചാൽ പോകുന്നില്ല, ഇങ്ങനെയൊക്കെ എന്താ. പക്ഷേ ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവും എന്താ കാര്യമൊന്നും. എടുത്തു പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ, നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി, കാമക്രോധാദികളില്ലാതെ മനസ്സിനെ അടക്കി നിർത്തുന്നവർ. സാധുക്കൾ അവരോട് സംഗതി ഉണ്ടാകുമ്പോൾ, അതായത് സാധുക്കൾ അവരോട്, ഇങ്ങനെ ഉള്ളവരോട് എന്തുവരും? സംഘമുണ്ടാകുമ്പോൾ. സാധുക്കൾ ഭക്തന്മാർ, അതായത് സത്സംഗം വേണമെന്ന് പറയാം. അങ്ങനെയുള്ള സാധുക്കൾ ഇങ്ങനെയുള്ളവരടുത്ത്, ഇങ്ങനെയുള്ള ഭക്തി ഉള്ളവരടുത്ത് സംഗമം ഉണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതി ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ നിന്ന് എന്തുവരും? ഭഗവാന്റെ ഈ കഥകൾ കേൾക്കുമ്പോൾ രതി ഉണ്ടാകും. ഈശ്വരനായിട്ടുള്ള ഒരു ചേർച്ച ഉണ്ടാകും. ഭഗവാനായിട്ട് അങ്ങ് അത്രമാത്രം അങ്ങ് എന്താ പറയുക, അതെനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ നമുക്ക് ഈശ്വരനിൽ ലയിക്കാം. എന്താ? ഭഗവത് കഥ കേൾക്കുമ്പോഴും മറ്റുള്ളവരത് പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം നമുക്ക് ഇപ്പം ഞാൻ ആ രതി ഇപ്പം അനുഭവിക്കുന്നു, അത് നമുക്കുണ്ടാകും. ഒരു ഭക്തൻ അങ്ങനെയാണ്. ചേതസി ഭവൽ കഥാശ്രവണേ രതി ഉണ്ടാം, തൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഇത് സജ്ജനങ്ങൾക്ക് അങ്ങോട്ടും ഇരു കൂട്ടർക്കും വരും. ഇത് ഒരു ഭക്തനും ഇങ്ങനെ സാധു സംഗമം,
രണ്ടുപേര് തങ്ങളിൽ ഇതിങ്ങോട്ട് പറയുമ്പോൾ എൻ്റെ അതേ ഇത് ആ ഭക്തനും വരും, ആ ഭക്തനും ഇത് രണ്ടും ഒരുപോലെ ഉണ്ടാകും. കാന്തവും സൂചി എങ്ങനെ അതുപോലെ ചേരും. ചേതസ് പവൽ കഥ ശ്രവണേ രതിയുണ്ടാം തൽക്കഥ ശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. ഭക്തി വർദ്ധിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വിജ്ഞാനം ഉണ്ടായി വരും. ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം, അത് നമുക്ക് ഗുരുമുഖത്തിൽ നിന്നാണ് കിട്ടുന്നത്. ആകയാൽ തൊൽ ഭക്തിയും നിങ്ങളെ പ്രേമ വായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധി. നമുക്ക് ഇത് ഭഗവാനി ഈ ആകയാൽ ഈ തൊൽ ഭക്തി ഭഗവാനുള്ള ഭക്തിയും നിങ്ങളെ പ്രേമ വായ്പും ഭഗവാനുള്ള പ്രേമവും രാഘവ സദാ ഭവിക്കണമേ ദയാനിധി. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും ഒന്ന് ഉൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഭഗവാന്റെ പാദാബ്ജങ്ങളിലും ഭഗവാന്റെ ഭക്തന്മാരിലും ഒന്ന് ഉൾപ്പൂവിൽ. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരോടും ഭഗവാനിലും ഉൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം, ഇന്ന് മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും. സീതയാ സാർത്ഥം ഹൃദിവസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട, നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാബുധി. കുംഭസംഭവനിധി, ഇത് അഗസ്ത്യമുനിയുടെ പ്രാർത്ഥനയാണ്, അഗസ്ത്യസ്തുതിയാണ്. കുംഭസംഭവ അഗസ്ത്യൻ സംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാർ തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണ തൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതി നഷ്ടമാക്കിയിടണം വൈകിടാതെ. ഈ രാവണന്റെ കുടുംബം വൈകിടാതെ നഷ്ടമാക്കണമേ. സാക്ഷാൽ ശ്രീ നാരായണനായ നീ മായയോടും, അതായത് സാക്ഷാൽ ഭഗവാൻ നാരായണൻ വൈകുണ്ഠമൂർത്തി, അത് നീ മായയോടും അത് സീതയോടും രാക്ഷസവധത്തിനു മധ്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. അഗസ്ത്യമുനി പറഞ്ഞു കൊടുക്കുന്നു, സീതയാകുന്ന മായയോടും സാക്ഷാൽ നാരായണനായ നീ, അത് ശ്രീരാമനും കൂടി എവിടെ പോകണം? 2 യോജന വഴി ചെല്ലുമ്പോൾ അവിടെ എന്തുണ്ട്? പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരു ആശ്രമം ചമച്ച അതിൽ സീതയാ വസിക്ക പോയ ശേഷമുള്ളൊരു കാലം. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അഗസ്ത്യമുനി അടുത്തുനിന്ന് ഈ പഞ്ചവടിയിലേക്ക് പോകണം. ഇതിനുള്ള തയ്യാറെടുപ്പിനായിട്ട് തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നല്ലൊരു എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് വായിക്കാൻ തൊണ്ടയൊന്നും വയ്യ മക്കളെ. ഇനിയിപ്പം നാളെ ഒന്നും വായിക്കാൻ വെക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.